മംഗളൂരുവിൽ അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികളായ മൈസൂരിലെ MD നിഷിത, AS പാർവതി, N കീർത്തന എന്നിവർ റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ മുങ്ങിമരിച്ച സംഭവത്തിൽ റിസോർട്ട് ഉടമയും മാനേജറും അറസ്റ്റിൽ. വാസ്കോ ബീച്ച് റിസോർട്ട് ഉടമ മനോഹർ, മാനേജർ ഭരത് എന്നിവരെയാണ് ഉള്ളാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. റിസോർട്ടിന്റെ ട്രേഡ് ലൈസൻസും ടൂറിസം പെർമിറ്റും സസ്പെൻഡ് ചെയ്തു. റിസോർട്ട് അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെയാണ് നീന്തൽക്കുളം പ്രവർത്തിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. ഇതിനിടയിൽ വിദ്യാർത്ഥിനികൾ മുങ്ങിത്താഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന് ലഭിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ നീന്തൽക്കുളത്തിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു 3 പേരും. ഒരാൾ കുളത്തിന്റെ 6 അടി താഴ്ചയുള്ള ഭാഗത്ത് അപകടത്തിൽപ്പെട്ടപ്പോൾ മറ്റ് 2 പേർ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇതിനിടയിലാണ് 3 പേരും അപകടത്തിൽപ്പെട്ടത്. നീന്തൽ അറിയാത്തവരാണ് അപകടത്തിൽപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു. ശനിയാഴ്ച പുലർച്ചെയാണ് ഇവർ റിസോർട്ടിൽ മുറിയെടുത്തത്. ഐഫോൺ വസ്ത്രങ്ങൾക്കിടയിൽ സെറ്റ് ചെയ്തു വെച്ച ശേഷമാണ് മൂവരും നീന്തൽക്കുളത്തിലിറങ്ങിയത്. വാരാന്ത്യാവധിക്ക് മംഗളൂരുവിലെത്തിയതായിരുന്നു വിദ്യാർത്ഥിനികൾ. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് ബ്യൂറോ, മംഗളൂരു.